अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين इस जमाने में ഈ കാലഘട്ടത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതാപത്തെയും സ്ഥാനത്തെയും ലോകത്ത് സ്ഥാപിക്കുന്നതിനായി അള്ളാഹു ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, അള്ളാഹു തന്റെ റസൂൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ന്യായ പൂർത്തീകരണത്തിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. അദ്ദേഹം ഒരു സൂര്യനെ പോലെ വരികയും എല്ലാ വശങ്ങളിലൂടെയും തന്റെ പ്രകാശത്തെ വെളിപ്പെടുത്തുകയുണ്ടായി. ആരാണോ ഈ യഥാർത്ഥ ആദിത്യനിൽ നിന്ന് മുഖം തിരിക്കുന്നത് അവർ രക്ഷയിലല്ല. അതിനെ നമുക്ക് നല്ല ഉദ്ദേശ്യം എന്ന് പറയുക സാധ്യമല്ല. പറയുന്നു, ഓർക്കുക, തൗഹീദിന്റെ മാതാവ് പ്രവാചകൻ തന്നെയാകുന്നു. അവരിൽ നിന്ന് തൗഹീദ് ജനിക്കുന്നു. അതിലൂടെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. പറയുന്നു, അള്ളാഹുവിനേക്കാൾ നന്നായി ന്യായ പൂർത്തീകരണം ആർക്കാണ് അറിയുക? അവൻ തന്റെ പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത സ്ഥാപിക്കുന്നതിനായി ആകാശഭൂമിയെ അടയാളങ്ങളാൽ പൂരിതമാക്കി. ഇപ്പോൾ ഈ കാലഘട്ടത്തിലും അള്ളാഹു ഈ നിസാര സേവകനെ നിയോഗിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തിനായി ആയിരക്കണക്കിന് അടയാളങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അത് മഴ പോലെ വർഷിക്കുകയാണ്. അപ്പോൾ ന്യായ പൂർത്തീകരണത്തിന് എന്ത് കുറവാണ് ശേഷിക്കുക? ഈ അടയാളങ്ങൾ ഇന്നും വിവിധ രൂപങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം കരസ്ഥമാക്കിയ ആഖിരീങ്ങളുടെ ഈ സംഘത്തിന് അള്ളാഹു മാർഗദർശനം നൽകുകയും അവർക്ക് അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സ്വപ്നങ്ങളിലൂടെ അവരെ യഥാർത്ഥ മാർഗത്തിലേക്ക് നയിച്ചു. പിന്നീട് അവർ ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വരുന്നതിനായി സർവത്യാഗങ്ങളും വരിച്ചു. അവരിൽ ചിലർക്ക് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ മഹാത്മാവിന്റെ സത്യപ്രേമിയെയും ഒരു ജീവനാക്കി
കാണിച്ചു കൊടുത്തു. जैसे कि मैंने सिलसिला शुरू किया हुआ है, आज भी मैं ഞാൻ തുടങ്ങിവെച്ച ആ പരമ്പരയനുസരിച്ച് जिनको അവരിൽ ചിലരുടെ സ്വപ്നങ്ങൾ ഞാൻ പരാമർശിക്കുന്നതാണ്. अल्लाह ताला ने रहनुमाई फरमाई और അവരെ വിവിധ തരത്തിൽ അള്ളാഹു മാർഗദർശനം നൽകുകയുണ്ടായി. सल्लल्लाहु अलैहि वसल्लम അവരിൽ ചിലർ को मैं देखा സ്വപ്നങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ദർശിക്കുകയും अपने मसीह നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി बाज തന്റെ മസീഹിന്റെ സ്ഥാനത്തെക്കുറിച്ചും क्या मुकाम था मसीह मौद अलैहिस्सलाम का और किस तरह നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ഈ മസീഹിന്റെ ആഗമനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. അതിന്റെയും ചില ഉദാഹരണങ്ങൾ കേൾപ്പിക്കുന്നതാണ്. वल्द मिर्जा मोहम्मद जलालुद्दीन साहब फरमाते ഹദരത്ത് മിർസ മുഹമ്മദ് ജലാലുദ്ദീൻ സാഹിബിന്റെ പുത്രനായ ഹദരത്ത് മിർസ മുഹമ്മദ് അഫ്സൽ സാഹിബ് പറയുന്നു, इनका बैत का सन 1895 है और 1895 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. इस्लाम की 1904 में 1904 അദ്ദേഹം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചത്. कि गालिबन അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. പറയുന്നു, ഏകദേശം मुंशी मोहम्मद 1876 കാലഘട്ടത്തിനടുത്ത് എന്റെ പിതാവായ മുൻഷി മുഹമ്മദ് ജലാലുദ്ദീൻ സാഹിബ് जलालुद्दीन അദ്ദേഹം അവലുൽ അസ്ഹാബുൽ ബദർ ആകുന്നു. में थे। ये ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം मसीह के ഹോഷിയാര ഛാവനിലായിരുന്നു. അപ്പോൾ 13 साहब होंगे तो मसीह मौद इस्लाम ने മസീഹിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 313 സഹാബികൾ ഉണ്ടായിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ സ്ഥലങ്ങളിൽ ഐനെ കമാലത്ത് ഇസ്ലാമിലും അഞ്ചാമെ ആഥമിലും ഈ 313 സഹാബാക്കളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. बदर के साहबा के नाम से ഹദീസ് അനുസരിച്ച് ബദറിന്റെ സഹാബാക്കൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ സഹാബാക്കളിൽ साहब के वालिद മിർസ മുഹമ്മദ് അഫ്സൽ സാഹിബിന്റെ പിതാവായ മുൻഷി ജലാലുദ്ദീൻ സാഹിബും ഉൾപ്പെടുന്നു. उन्हीं में थे। പറയുന്നു, मुबशर ख्वाब की बिना पर നോഷ്യാറ ഛാവനിയിൽ ആയിരുന്ന സമയത്ത് ഒരു സുവാർത്തയടങ്ങിയ സ്വപ്നം നിരന്തരമായി 3 ദിവസം ദർശിച്ച കാരണത്താൽ मुझे यानी इनको मिर्जा अफजल साहब को जो उस वक्त कहते हैं मैं खुद साल ही था, छोटा सा था മിർസ അഫ്സൽ സാഹിബ് പറയുന്നു, करके ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. എന്നെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വയം വാഗ്ദത്ത മഹദി അലൈഹി ഇസ്ലാമിന്റെ അന്വേഷണത്തിനായി അവധിയെടുത്ത് പുറപ്പെട്ടു. ജഹലുമിലെ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ मुतालिया ഒരു വിജ്ഞാപനം ലഭിച്ചു. की तरफ रवाना हुए। വായിച്ചതിനു ശേഷം ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടു. कुछ कुछ करके കാദിയാൻ ഒരു കുഗ്രാമമായിരുന്നു. मगर यहाँ അന്വേഷിച്ച് ബട്ടാലയിലെത്തി. किसी साहब ने हमको എന്നാൽ അവിടെയുള്ള ബട്ടാലയിലെ മിയാൻ സാഹിബ്, അവിടുത്തെ ഇമാം സാഹിബ് അദ്ദേഹത്തെ തടഞ്ഞു. ഒരുപക്ഷെ തിരിച്ചു പോവുകയോ നിരാശനാകുകയോ ചെയ്തു. फौज में മടങ്ങി. काबुल लड़ा അദ്ദേഹം സൈന്യത്തിലായിരുന്നു. वहां से അതിനുശേഷം കാബൂൾ യുദ്ധത്തിന് പോയി. एक नादम അവിടുന്നുള്ള മടക്കത്തിൽ मसीह मौद अलैहिस्सलाम ഒരു ലജ്ജിത ഹൃദയത്തോടുകൂടി साहब ने देखा ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സവിധത്തിൽ ഹാജരായി. साहब हैं ഹദ്രത്ത് സാഹിബ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, കാബൂളിൽ നിന്ന് കത്തയക്കാറുണ്ടായിരുന്ന മുൻഷി ജലാലുദ്ദീൻ സാഹിബ് താങ്കൾ തന്നെയാണോ? क्योंकि അദ്ദേഹത്തിന് അള്ളാഹു പലതവണ മാർഗദർശനം നൽകിയിരുന്നു. എന്നാൽ മാർഗങ്ങളിൽ വിഘ്നം സൃഷ്ടിക്കുന്നവർ ധാരാളം ഉണ്ടാകും. कबूलियत की तौफीक नहीं मिली, लेकिन बहरहाल നിയത്തുമായി പുറപ്പെട്ട അന്ന് അദ്ദേഹത്തിന് ബയ്യത്തിനുള്ള തൗഫീക്ക് ലഭിച്ചില്ല. मौका दिया। ഏതായാലും ഭാഗ്യവാനായിരുന്നു. അള്ളാഹു പിന്നീട് അവസരം നൽകി. जिलसाज वल्द मोहम्मद ഹദ്രത്ത് മുഹമ്മദ് അബ്ദുല്ല സാഹിബ് ജിൽസാസ്, जिनका അദ്ദേഹം മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പുത്രനാണ്. 1902 1902 है, मई 1902 और അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. मसीह मौद इस्लाम की जियारत की। 1903 ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചു. वो हज़रत मसीह പറയുന്നു, इस्लाम की दुआ എനിക്ക് ലഭിച്ചതെല്ലാം തന്നെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആകളുടെ പരിണിത ഫലമാകുന്നു. ഞാൻ കുട്ടിക്കാലത്തും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ വദനം സ്വപ്നത്തിൽ കണ്ടിരുന്നു. ഞാൻ സ്വയം എന്നെ പക്ഷികളെ പോലെ പറക്കുന്നതായി കണ്ടു. പൂർവ്വ ദിക്കിലേക്കാണ് പറക്കുന്നത്. മുന്നോട്ട് പോയപ്പോൾ ഒരു സാത്വികനെ കണ്ടു. അദ്ദേഹത്തിന്റെ താടിയും തലമുടിയും മൈലാഞ്ചി നിറമുള്ളതായിരുന്നു. 1903 സവിധത്തിലെത്തിയപ്പോൾ मसीह मौद इस्लाम പറന്ന് നടന്ന് കണ്ട ആ രൂപം, കുട്ടിക്കാലത്ത് കണ്ട ആ രൂപം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതായിരുന്നു എന്ന് മനസ്സിലായി. बदरिया खात 1901 में हुई। 1901 ബയ്യത്ത് ചെയ്ത ഹദ്രത്ത് റഹ്മത്തുള്ള സാഹിബ് പറയുന്നു, खाकसार ने ഒരിക്കൽ इस्तिखारा किया। ജലസ സമീപസ്ഥമായി. गनूदगी में വിനീതൻ ദുആയും ഇസ്തിഖാറയും ചെയ്തു. अल्फाज जारी हुए
അപ്പോൾ മയക്കത്തിൽ ഏതാനും തവണ നാവിൽ ഈ വാക്കുകൾ വന്നു, ताबे दीन कुव्वत ബഖുഷൂദ് എ ജവാന के जवान താബി ദീൻ ഖുവ്വത്ത് ശുഗൻ പൈദ. पैदा हो അതായത് അല്ലയോ യുവാവെ, നിങ്ങൾ പരിശ്രമിക്കുക, ദീനിൽ ദൃഢത ഉണ്ടാക്കുക, അതായത് ദീനീ സേവനത്തിലേക്ക് ശ്രദ്ധിക്കുക. പറയുന്നു, അൽഹംദുലില്ലാ, വിനീതൻ എല്ലാ ജലസയിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹുസൂറിന്റെ സവിധത്തിൽ സുഹൃത്തുക്കളോടൊപ്പം സന്നിഹിതനാകുമായിരുന്നു. ഹദരത്ത് ഖാൻസാദ അമീറുള്ള ഖാൻ സാഹിബ് പറയുന്നു, 1904 की थी और जियारत അദ്ദേഹം 1904 ബയ്യത്ത് ചെയ്തത്. कहते हैं 1905 6 ആണ് മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചത്. പറയുന്നു, കാദിയാനിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. दिन के वक्त मैंने ख्वाब में देखा कि हम പകൽ സമയത്ത് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, आजिज ഞങ്ങൾ 3 അഹമ്മദികളുണ്ട്. और बाबू आलमगीर खान मरहूम വിനീതൻ അമീറുല്ല അഹമ്മദി, മർഹൂം ബാബു ആലംഗീർ ഖാൻ ലാഹോരി, ദിലാവർ ഖാൻ. गैर मुबाद दिलावर खान होंगे എന്റെ അഭിപ്രായത്തിൽ जनूब कतार में ലാഹോരി ദിലാവർ ഖാൻ സാഹിബായിരുന്നു. हमारे सामने തെക്കു ഭാഗത്തുള്ള വരിയിൽ നിൽക്കുകയാണ്. और खलीफा ഞങ്ങളുടെ മുന്നിലായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഖലീഫ അവൽ നൂറുദ്ദീൻ मसीह अलैहिस्सलाम അല്ലാഹ് റഹ്മത്തും നിൽക്കുന്നുണ്ട്. मेरे सीने की तरफ उंगली മസീഹ് അലൈഹിസ്സലാം കൈനീട്ടി എന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി जन्नती है ഖലീഫ അവൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇത് സ്വർഗവാസിയാണ്. तीसरे की निस्बत രണ്ടാമത്തെ വ്യക്തിയിലേക്കും വിരൽ ചൂണ്ടി भी ये फरमाया फिर तीसरे की निस्बत ഇത് തന്നെ പറഞ്ഞു. മൂന്നാമത്തെ വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. मैं टिकटिकी लगाए हुए था മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരെ ഞാൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്ന കാരണത്താൽ 2 അഹമ്മദികളിൽ ആരുടെ നേർക്കാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചതെന്ന് ഞാൻ കണ്ടില്ല. പിന്നീട് ദൃശ്യം പെട്ടെന്ന് മാറി. मौलवी अताउर ഞാൻ കാണുന്നു ഞങ്ങൾ 4 അഹമ്മദികൾ, खान മൗലവി അത്താവുല്ല മർഹൂം, दिलावर खान ആലംഗീർ ഖാൻ, बैठे बैठे हैं ദിലാവർ ഖാൻ ലാഹോരി. ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, कहते हैं റൊട്ടി കഴിക്കാനിരിക്കുന്നത് പോലെ. है मैं बाज ഞങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നു ഞാൻ പരുന്താണ്, ചിലർ പറയുന്നു ഞാൻ കഴുകനാണ്, कहता है मैं चकोर हूँ ഒരാൾ പറയുന്നു ഞാൻ പ്രാവാണ്, മറ്റൊരാൾ പറയുന്നു ഞാൻ ചെമ്പോത്താണ്. तुम इसके അപ്പോൾ ഖലീഫ അവൽ കടന്നു വന്നു പറഞ്ഞു, बाज हूँ काउस हूँ ഞാൻ പരുന്താണ്, കഴുകനാണ്, പ്രാവാണ്, ചെമ്പോത്താണ് എന്ന് പറയുന്നതിന് വേണ്ടിയല്ല നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ള. 2-3 दफा कलमा पढ़ा 2-3 പ്രാവശ്യം हुआ ख्वाब കലിമ ചൊല്ലിയതിനു ശേഷം जोर का वक्त था സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. पर साया दीवार का था ലുഹറിന്റെ സമയമായിരുന്നു. अगले साल मैं कादियान गया മതിലിന്റെ തണൽ ഒരു ചാണുണ്ടായിരുന്നു. അടുത്ത വർഷം ഞാൻ കാദിയാനിൽ പോയപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം മസീഹിന്റെയും ഖലീഫ അവലിന്റെയും ദർശിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ. रज़ियल्लाहु के खिलाफ രണ്ടാമത്തെ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു, കാദിയാനിൽ ഖലീഫ അവലിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഹക്കീമുൽ ഉമ്മത്ത് ഖലീഫ അവൽ റളിയല്ലാഹു അൻഹുവിന്റെ ചികിത്സയിൽ 22 ദിവസം കഴിയുകയുണ്ടായി. और डॉक्टर ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് മർഹൂം, और 2 ഡോക്ടർ മിർസ യാക്കൂബ് ബേഗ് സാഹിബ് फीस करवाई കൂടാതെ മറ്റ് 2 അഹമ്മദി ഡോക്ടർമാരിൽ നിന്നും രോഗനിർണയം നടത്തി. दिया मैं खुश हुआ അവർ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞു. मेहमान खाने के कमरे में मसीह मौद ഞാൻ സന്തോഷിച്ചു. രാത്രി അതിഥി മന്ദിരത്തിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ തലയ്ക്കൽ നിന്നുകൊണ്ട് പറയുന്നു, രാത്രി കണ്ട സ്വപ്നമാണ്, ഓപ്പറേഷൻ വേണ്ട, പ്ലേഗാണ്. വ്യാഖ്യാനവും എനിക്ക് മനസ്സിലാക്കി തന്നു. मौत है मैंने सुबह പ്ലേഗ് മരണമാകുന്നു. किया बस ഞാൻ പ്രഭാതത്തിൽ ഖലീഫ അവലിനോട് ഈ സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞു. दुरुस्त फरमाते ഖലീഫ അവൽ പറഞ്ഞു, चाहिए മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഓപ്പറേഷൻ വേണ്ട എന്നാണ്. तीसरी ख्वाब भी एक बयान फरमा रहे हैं कहते हैं अपने घर में ख्वाब മൂന്നാമത്തെ സ്വപ്നത്തെക്കുറിച്ചും പറയുന്നു, मैंने दूसरे रोज जलसा सलाना സ്വന്തം വീട്ടിൽ വെച്ച് സ്വപ്നം കണ്ടു, ഞാൻ ജൽസ സാലാനയിൽ പങ്കെടുക്കുവാൻ തീരുമാനിക്കുന്നു. भी ख्याल रख മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാമിദ് അലിയെയും ശ്രദ്ധിക്കണം. 1 रुपया അങ്ങനെ ഞാൻ ജൽസ സാലാനയിൽ കാദിയാനിൽ എത്തിയപ്പോൾ दिया 1 രൂപ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സേവകനായ ഹദ്രത്ത് ഹാമിദ് അലിക്ക് നൽകി. खातम मसीह मौद को लिखा പറയുന്നു, ഞാൻ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സേവകനായ ഹാമിദ് അലിക്ക് കത്തെഴുതി. സ്വപ്നത്തിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹാമിദ് അലിയെയും ശ്രദ്ധിക്കണമെന്ന കൽപ്പന നൽകിയിട്ടുണ്ട്. അതിനാൽ 1 രൂപ താങ്കളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹാമിദ് അലി സാബ് അത് കേട്ടപ്പോൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പ്രവാചകന്മാർ എത്ര ദയാലുവും കാരുണ്യവാരുമാകുന്നു. का उन्हें फिक्र തങ്ങളുടെ സേവകരെക്കുറിച്ചും അവർക്ക് ചിന്തയുണ്ട്. അപ്പോൾ തന്റെ പ്രിയ മക്കളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവില്ലേ? ലാഹോറിൽ ഒരു നാണം കെട്ടയാളും അയാളുടെ ചിന്താഗതിക്കാരും മസീഹി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലെ ബൈത്തിനുമേൽ അനുചിതമായ ആക്രമണങ്ങൾ നടത്തുന്നു. मुबाइन जो चले गए थे लाहौर ആ സമയത്ത് ലാഹോറികളായവരെ സംബന്ധിച്ചാണ് സ്വപ്നത്തിൽ പറയുന്നത്. इस्लाम को
ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ സംബന്ധിച്ച് ചിന്ത ഉണ്ടാവില്ലേ എന്ന് പറയുന്നു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയെ സംബന്ധിച്ചാണ് പറയുന്നത്. इस बात पर इनको मजीद यकीन पैदा हुआ क्योंकि उस जमाने में काफी फितना था. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം കൈവന്നു. കാരണം ആ കാലഘട്ടത്തിൽ ധാരാളം ഫിത്നകൾ ഉണ്ടായിരുന്നു. हज़रत मियां मीरा बख्श ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഖിലാഫത്തിനെ സംബന്ധിച്ച് टेलर ഹദരത്ത് മിയാ മീര ബഖ്ഷ് സാഹിബ് ടൈലർ മാസ്റ്റർ പറയുന്നു, थे इनकी कि बैत की तहरीक इस तरह 1900 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. ബയ്യത്തിനുള്ള പ്രേരണ ഇപ്രകാരമാണ് ഉണ്ടായത്. हो चुके എന്റെ സഹോദരൻ ഗുലാം റസൂൽ സാഹിബ് എന്നേക്കാൾ മുമ്പ് അഹമ്മദിയായിരുന്നു. എന്നാൽ നിരക്ഷരനായിരുന്നു. ഞാൻ കടയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ അദ്ദേഹത്തെ കാണുമായിരുന്നു. അദ്ദേഹത്തോട് ജമാഅത്തിനെ കുറിച്ചും സംസാരിക്കുമായിരുന്നു. ഞാൻ എതിരാളിയായിരുന്ന കാരണത്താൽ അദ്ദേഹത്തെ കള്ളവാദി എന്ന് പറയുമായിരുന്നു. എന്നാൽ വീട്ടിലെത്തി ചിന്തിക്കുമ്പോൾ നിരക്ഷരനാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. जो मैंने पढ़े ഒരിക്കൽ എന്റെ സഹോദരൻ എനിക്ക് ചില ട്രാക്റ്റുകൾ നൽകി. ഞാനത് വായിച്ചു. അത് എന്നിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. एक रात ख्वाब അപ്പോൾ മുതൽ ഞാൻ അള്ളാഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്യാൻ തുടങ്ങി. ഒരു രാത്രി സ്വപ്നം കണ്ടു. ഞാൻ എന്റെ കട്ടിലിൽ നിന്നെഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ജനാല തുറന്നു കിടക്കുന്നതായി കാണുന്നു. खुली है. ജനാല എങ്ങനെ തുറന്നു എന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. देखा कि एक बुजुर्ग हाथ ജനാലക്കരികിലേക്ക് ചെന്നപ്പോൾ ഒരു സാത്വികൻ കയ്യിൽ പുസ്തകം എടുത്തു വെച്ച് വായിക്കുന്നതായി കണ്ടു. നിങ്ങൾ വായിക്കുന്നത് ഏത് പുസ്തകമാണെന്ന് ഞാൻ ചോദിച്ചു. മറുപടി പറഞ്ഞു, ഇത് മിർദ സാഹിബിന്റെ ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് നാം ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ഗ്രന്ഥം നൽകിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചെറിയ ബൈൻഡുള്ള ഗ്രന്ഥമാണ്. ഞാൻ ട്രാക്ട് കണ്ടിട്ടുണ്ട്, അത് വലിയ ചട്ടയുള്ളതാണ്. साहब ने ये किताब छोटी तख्ती की छुपाई थी. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, മിർദ സാഹിബ് ഇത് ചെറിയ പുസ്തകമായാണ് പ്രസിദ്ധീകരിച്ചത്. तो मैं दुआ करके इन ख्यालात में सोया था. അപ്പോൾ ये उनका ही असर हो. ഞാൻ ഉണർന്നു. ഞാൻ രാത്രി ഈ ചിന്തയിൽ ദുആ ചെയ്തുകൊണ്ട് കിടന്നതിന്റെ സ്വാധീനമായിരിക്കാം ഇത് എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ദുഹർ നമസ്കാരത്തിനായി വീട്ടിലേക്ക് വന്നപ്പോൾ ഗുലാം റസൂലിന്റെ കടയിൽ ഒരു വ്യക്തി ഇരുന്ന് പുസ്തകം വായിക്കുന്നതായി കണ്ടു. मियां गुलाम ഇത് ഏത് പുസ്തകമാണെന്ന് ചോദിച്ചപ്പോൾ ഗുലാം റസൂൽ സാഹിബ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി എന്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം കൊണ്ടുവരുന്നത്. रात ख्वाब में ഇത് നിങ്ങളെടുത്താലും. इस पर मैंने ഞാൻ പുസ്തകം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ പുസ്തകം രാത്രി സ്വപ്നത്തിൽ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇസാലയാഹു ഹാമിന്റെ 2 ഭാഗങ്ങളും സൂക്ഷ്മമായി വായിച്ചു. പിന്നീട് ഇനിയും എനിക്ക് സംശയങ്ങളുണ്ടോ എന്ന് മനസ്സിനോട് ചോദിച്ചു. അപ്പോൾ ഒരു സംശയവും സന്ദേഹവും ബാക്കിയില്ല എന്ന് മനസ്സ് മറുപടി പറഞ്ഞു. അങ്ങനെ ഞാൻ ബയ്യത്തുള്ള കത്തെഴുതി. അതായത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്വപ്നം പൂർത്തിയായി. मसीह की അങ്ങനെ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ പങ്കാളിയാവുന്നതിനുള്ള സൗഭാഗ്യവും അദ്ദേഹത്തിന് നൽകി. वल नूर मोहम्मद साहब फरमाते हैं 1800 നൂർ മുഹമ്മദ് സാഹിബിന്റെ പുത്രനായ ഹദരത്ത് മുഹമ്മദ് ഫാദിൽ സാഹിബ് പറയുന്നു, 1899 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. പറയുന്നു, के एक दिन घर में था. मौलवी शेख मोहम्मद ഒരിക്കൽ വീട്ടിലായിരുന്ന സമയത്ത് था, कोई गैर मुकल्लिद എന്റെ അളിയനായ साला था മൗലവി ഷെയ്ഖ് മുഹമ്മദ് और उन्होंने मुझे കാണുവാനായി വന്നു. जिसका नाम शहादतुल कुरान അദ്ദേഹം എനിക്കൊരു പുസ്തകം തന്നു. അതിന്റെ പേര് ഷഹാദത്തുൽ ഖുർആൻ അലാ നുസൂലിൽ മസീഹിൽ മഊദ് ഫി ആഖിരി സമാൻ എന്നായിരുന്നു. उसे पढ़ूं. രാത്രി സമയമായിരുന്നു. എപ്പോഴാണ് നേരം വെളുക്കുക, എപ്പോഴാണ് ഈ പുസ്തകം വായിക്കുക എന്ന ആവേശം ഉള്ളിൽ അലതല്ലി. പ്രഭാതമായപ്പോൾ ഞാൻ നമസ്കരിച്ചതിന് ശേഷം കട്ടിലിൽ കിടന്നുകൊണ്ട് सफ़े पढ़े हों ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. की हो गई. ഏകദേശം 3 പേജുകൾ വായിച്ചിട്ടുണ്ടാകും. എനിക്ക് മയക്കം വന്നു. हज़रत मसीह ഞാൻ കാണുന്നു എന്റെ തലയ്ക്കൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരിക്കുന്നു. അതേ കട്ടിലിൽ निकाल कर मेरे मुंह में डाल തന്റെ പരിശുദ്ധ വായിൽ നിന്ന് പരിശുദ്ധ ഉമിനീർ എടുത്ത് എന്റെ വായിലിടുന്നു. സ്വന്തം കൈകൊണ്ടാണ് ഇടുന്നത്. मालूम हुआ അപ്പോൾ ഞാൻ അതിനെ വിഴുങ്ങുന്നു. അപ്പോൾ എന്റെ ഹൃദയത്തിൽ നിന്ന് ജലധാര പുറപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. സന്തോഷത്താൽ നെഞ്ച് നിറഞ്ഞു. मेरे दिल പിന്നെ ഞാൻ ഉണർന്നു. पैदा हो गया അതോടുകൂടി എന്റെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിച്ചു. और मेरे कल സ്നേഹത്തിന്റെ അഗ്നി ജ്വലിക്കുവാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിലെ അസ്വസ്ഥതയും പരിഭ്രമവും ഇല്ലാതായിക്കൊണ്ടിരുന്നു. इस्तराब और उशा के जहां जाता रहा ഏകനായി സഞ്ചരിക്കുമ്പോഴെല്ലാം തന്നെ हाँ इस्तराब जाता रहा और जब भी मैं अकेला चलता अक्सर ഏകനായി സഞ്ചരിക്കുമ്പോഴെല്ലാം തന്നെ ये मैं मेरी जुबान पर ये शेर എന്റെ നാവിൽ ഈ പദ്യശകലം ഉണ്ടാകും. तो फिरता हूँ तुझ बिन सनम होके दीवाना हूँ बहु ഫിർതാവും ബിൻ സനം ഹോക്കെ ദീവാന ഹൂബഹു ഷഹർ ബ ഷഹർ
ദേവ് ബദേ ഖാന ബഖാന ഹൂബഹു. शहादतुल कुरान ഷഹാത്തുൽ ഖുർആൻ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ इतराज करने वाले ने इतराज किया था किसी ने मुस्लिम इस्लाम पर के हदीसों से किस तरह साबित ആക്ഷേപകർ പറയുന്നത് कि आप सच ഹദീസ് കൊണ്ട് എങ്ങനെയാണ് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യം സ്ഥാപിതമാകുന്നത്. को यकीन किया जाए ചില ഹദീസുകൾ तो उस पर उन्होंने किताब लिखी थी വിശ്വാസ യോഗ്യം തന്നെയല്ല. तमाम शुबहात दूर फरमाए। അങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഗ്രന്ഥം എഴുതിയത്. അങ്ങനെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചു. लेकिन बहरहाल उस किताब से बहुतों का फायदा हो गया। ആ വ്യക്തിക്ക് സംതൃപ്തിയായില്ലെങ്കിലും ധാരാളം വ്യക്തികൾക്ക് ഈ പുസ്തകം ഉപകാരപ്രദമായി. मोहम्मद साहब साबक पटवारी ഹദ്രത്ത് ഷേഖ് ഫത്താ മുഹമ്മദ് സാഹിബ് के ख्वाब आया മുൻ പട്വാരി മോഞ്ചുവ നിവേദനം ചെയ്യുന്നു, बटाले की सड़क पर टहलते हैं ഒരു സ്വപ്നം കണ്ടു. मुहाज ഹുസൂർ അലൈഹിസ്ലാം ബട്ടാല റോഡിൽ हुजूर ने मुझको ഉലാത്തുകയാണ്. തഹസീലിന് മുന്നിലായിട്ട് एक पर ഹുസൂർ എനിക്ക് ഒരു രൂപ തന്നു. काटा फेर दिया രാജ്ഞിയുടെ ചിത്രത്തിൽ ക്രോസ് ചിഹ്നം വരച്ചു. इसको खजाने में दे आओ। जब ये എന്നിട്ട് പറഞ്ഞു, ഇത് ഖജനാവിൽ കൊടുത്തു വരിക. सुनाई गई हज़रत मुस्लिम इस्लाम ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ സ്വപ്നം വിവരിച്ചപ്പോൾ ഹുസൂർ പറഞ്ഞു, രാജ്ഞി മുസ്ലിം ആവുകയില്ല. मियां अब्दुल अजीज साहब अल मरूफ मुगल साहब रिवायत करते हैं മുഗൾ സാഹിബ് എന്നറിയപ്പെടുന്ന മിയ അബ്ദുൽ അസീസ് സാഹിബ് നിവേദനം ചെയ്യുന്നു, 1892 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. ख्वाब में देख അനഹമ്മദിയായിരുന്ന ചൌധരി അബ്ദുറഹീം സാഹിബ് वसल्लम की घड़ी ഒരു സ്വപ്നം കണ്ടു. मेरे पास आई है। നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാച്ച് ശരിയാക്കുന്നതിനായി എന്റെ പക്കലെത്തി. ये घड़ी പറയുന്നു, യാദൃശ്ചികമായി ഞാൻ आज इत्तेफाक से मैंने उनको मुरम्मत के लिए दी। വാച്ച് നന്നാക്കാനായി കൊടുത്തു. ये वो घड़ी है जो അതായത് മിയാൻ മുഗൾ സാഹിബ് ഇത് ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാച്ചായിരുന്നു. ഹദരത്ത് അമ്മാജാനാണ് അദ്ദേഹത്തിന് നൽകിയത്. अहमदी थे। സ്വപ്നം കണ്ട വ്യക്തി അനഹമ്മദിയായിരുന്നു. उन्होंने देखा कि അന്ന് അഹമ്മദിയായിരുന്നില്ല. അദ്ദേഹം കാണുന്നത് मुरम्मत के लिए आई है। നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാച്ച് നന്നാക്കാനായി കൊണ്ടുവന്നിരിക്കുന്നു. साहब ने एक घड़ी मुरम्मत കുറച്ചു കാലശേഷം മുഗൾ സാഹിബ് ഒരു വാച്ച് ശരിയാക്കാനായി അദ്ദേഹത്തിന് നൽകി. खोली ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് അദ്ദേഹം ആ വാച്ച് തുറന്നപ്പോൾ कि ये नबी करीम പറയാൻ തുടങ്ങി, അതായത് അത് നന്നാക്കുന്ന വ്യക്തി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വാച്ചാണ്. സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്ന അതേ രൂപമാണ് ഇതിന്. हज़रत अमीर खान साहब फरमाते हैं जिनकी 1903 की बैत है ഹദ്രത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, 1903 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. 1902 സ്വപ്നത്തിൽ ഞാൻ മസ്ജിദ് മുബാറക്കിനെ വൃത്താകൃതിയിലുള്ള കൊട്ടാരത്തിന്റെ രൂപത്തിൽ കണ്ടു. അതിനുള്ളിൽ ധാരാളം സൃഷ്ടികൾ ഉണ്ടായിരുന്നു. उनमें से एक शख्स എല്ലാവരുടെയും കയ്യിലും ഓരോ ചുവന്ന കൊടിയുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി മുകളിലത്തെ നിലയിലായിരുന്നു. किसी ने അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ ചുവന്ന കൊടിയുണ്ടായിരുന്നു. कहा मैं तो नहीं जानता ഇത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ആരോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് നിന്റെ കാബൂളിന്റെ സഹോദരനാണ്. कि जिनसे बैरूनी അദ്ദേഹത്തിനായി ഗോപുരത്തിൽ സുഷിരങ്ങളുണ്ടായിരുന്നു. അതിലൂടെ പുറത്തുള്ള ശത്രുക്കളെ സുഗമമായി ലക്ഷ്യം വെക്കാമായിരുന്നു. എന്നാൽ പുറത്തുള്ളവർക്ക് ഭിത്തി കാരണത്താൽ ഉന്നം പിടിക്കാൻ കഴിയില്ലായിരുന്നു. കൊട്ടാരത്തിന് പുറത്ത് പൊടിപടലങ്ങൾ ധാരാളമായിരുന്നു. और गधों और खच्चरों അക്കാരണത്താൽ ആളുകളെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. കഴുതകളുടെയും के दिल बैठा जाता കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ശബ്ദ കോലാഹലങ്ങളും അധികമായിരുന്നു. ये ख्वाब बयान फरमा അത് കേട്ട് ഭീതിയാൽ ഹൃദയം നിന്നുപോകുമായിരുന്നു. मुर्दे ही मुर्दे पड़े हैं। ഞാൻ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് എല്ലായിടത്തും മൃതദേഹങ്ങൾ മാത്രമാണുള്ളത്. അവയെ എടുത്തുകൊണ്ട് കോട്ടയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോട്ടയിൽ നിന്ന് അല്പദൂരത്തെത്തിയപ്പോൾ ശബ്ദ കോലാഹലങ്ങൾ എന്നെ അസ്വസ്ഥനാക്കിയപ്പോൾ ഞാൻ ഭയപ്പെട്ട് കോട്ടയിലേക്ക് മടങ്ങി. കോട്ടയിൽ പ്രവേശിക്കുന്നതിനായി കവാടം അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു കവാടവും കണ്ടില്ല. ആ അന്വേഷണത്തിനിടയിൽ एक सीरत को देखा, वो भी किले के अंदर സാദാ വേഷധാരിയായ സൽപ്രകൃതക്കാരനായ ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം കോട്ടയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ വാതിൽ അദ്ദേഹത്തിനും ലഭിച്ചില്ല. ഞങ്ങൾ വാതിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോട്ടയുടെ മുകളിലുള്ള ഉയർന്ന സ്ഥലത്ത് फिदा व अभी में जमात നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി जमात नमाज करा रहे हैं। बाजमात नमाज ജമാഅത്തായി നമസ്കരിപ്പിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. इसी അത് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അസ്വസ്ഥരായി. कहते हैं कि मैंने ആ പരിഭ്രമാവസ്ഥയിൽ में अपने दोनों हाथ डाल പറയുന്നു, ഞാൻ കൂടെയുള്ള മറ്റു വ്യക്തിയുടെ കഴുത്തിൽ രണ്ട് കൈമിട്ടുകൊണ്ട് सैयद गुलाम എനിക്ക് എന്റെ പീർ സയ്യിദ് शुरू कर दिया ഗുലാം ഷാ സാ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യാൻ തുടങ്ങി. और उड़कर അതിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറക്കാനുള്ള കഴിവ് ലഭിച്ചു. അങ്ങനെ പറന്ന് പറന്ന് ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ വലതുഭാഗത്ത്
രണ്ടുപേർക്ക് മാത്രമുള്ള സ്ഥലം കാലിയുണ്ടായിരുന്ന ആദ്യ സഫിൽ നിന്നുകൊണ്ട് സുജൂദിൽ പങ്കാളികളായി. സുജൂദിൽ എനിക്ക് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് ആദ്യ സഫിൽ ഇടം ലഭിച്ച സൗഭാഗ്യത്തെ അനുഭവിച്ചപ്പോൾ അത്യധികം ആർദ്രതയും മനസ്താപവും ഉണ്ടായി. അപ്പോൾ അള്ളാഹു എന്ന ദിക്ർ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ അവസ്ഥയിൽ ഞാൻ ഉണർന്നപ്പോൾ ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലായിരുന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഉയർന്ന ശ്വാസോച്ഛ്വാസം കേട്ടുകൊണ്ട് വീട്ടുകാരും ഉണർന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോഴും അള്ളാഹു എന്ന ദിക്ർ ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശ്വാസം ദ്രുതഗതിയിലായിരുന്നു. അക്കാരണത്താൽ എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതിനാൽ ആവേശത്തെ തണുപ്പിക്കുന്നതിനായി മറയിടാനായി ഞാൻ അകത്തെ വരാന്തയിലേക്ക് പോയി. അവസ്ഥ ശരിയായപ്പോൾ വീണ്ടും വന്ന് കട്ടിലിൽ കിടന്നു. പിന്നീട് പറയുന്നു, അത് വലിയ സ്വാധീനമുണ്ടാക്കി. കുറച്ചു കാലത്തിനു ശേഷം അള്ളാഹു അദ്ദേഹത്തിന് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബയ്യത്ത് ചെയ്യുന്നതിനുള്ള തൗഫീഖും നൽകി. ഹദരത്ത് മിയാ മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് നിവേദനം ചെയ്യുന്നു, ജന്മന അഹമ്മദിയായിരുന്നു. 1903 ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചു. പറയുന്നു, ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യമായി കണ്ടത് ഹുസൂർ ജഹലമിലേക്ക് പോകുമ്പോഴായിരുന്നു. മടക്കത്തിലും കണ്ടിരുന്നു. പിന്നീട് 1904 ലാഹോറിൽ വെച്ചും പിന്നീട് 1905 ഞാൻ കാദിയാനിൽ പോയി. കാദിയാനിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അതിൽ കാണുന്നത് പിതാവ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. വീട്ടിൽ ഞാനും എന്റെ ചെറിയ പെങ്ങളും മാത്രമേ ഉള്ളൂ. 2 വ്യക്തികളിൽ വാതിക്കലിൽ നിൽക്കുന്നതായി കണ്ടു. വാതിലിൽ മുട്ടി വിളിക്കുകയും ചെയ്തു. ഞാൻ പുറത്തിറങ്ങി വാതിൽ തുറന്നു. അവർ 2 പേരും എന്റെ അഭ്യർത്ഥനയിൽ അകത്തേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു വിരിപ്പ് വിരിച്ചിരിക്കുന്നതായും 3 കസേരകൾ ഇട്ടിരിക്കുന്നതായും ഞാൻ കണ്ടു. മുന്നിൽ ഒരു മേശയുമുണ്ട്. ഞാൻ അവരെ കസേരയിലിരുത്തി, അതായത് ആ അതിഥികളെ. സ്വപ്നത്തിൽ തന്നെ ചെറിയ പെങ്ങളോട് പറഞ്ഞു അവർക്കായി ചായ ഉണ്ടാക്കുക. അവൾ മച്ചിന് മുകളിൽ ഇന്ധനമെടുക്കാനായി പോയി. അക്കാലത്ത് ഗ്യാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അടുപ്പ് കത്തിക്കാനായി വിറകോ മറ്റെന്തെങ്കിലുമാണ് ഉണ്ടായിരുന്നത്. വീടിന് മുകളിലുള്ള ആ ഇന്ധനം എടുക്കുന്നതിനായി പോയി. ഏണിപ്പടിയിൽ കയറിയപ്പോൾ തന്നെ കറുത്ത നല്ല വണ്ണവും പൊക്കവുമുള്ള കാള അകത്തേക്ക് വന്നു. ആ വ്യക്തികളെ കണ്ടപ്പോൾ ഉടൻ മടങ്ങിപ്പോവുകയും ചെയ്തു. ആ കോണി കയറുവാൻ തുടങ്ങി. എന്റെ പെങ്ങളെ കൊല്ലുമല്ലോ എന്ന് ഞാൻ ബഹളം വെച്ചു. ശബ്ദം കേട്ട് ആദ്യം കറുത്ത താടിയുള്ള അതിഥി എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ചുവന്ന താടിയുള്ള വ്യക്തി പറഞ്ഞു, ഈ ജോലി താങ്കൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതിനാൽ ഇത് എന്റെ ജോലിയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി. ഞാനും പിറകെ ചെന്നു. പെങ്ങൾ മതിലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. ചില പോറലുകൾ പറ്റിയിരുന്നെങ്കിലും മുറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുകളിലേക്ക് പോയി. കാള പശ്ചിമ ദിക്കിലുള്ള മതിലിനടുത്തായിരുന്നു. അതിന്റെ രൂപം മാറിയിരിക്കുന്നു. ഇഞ്ചന്റെ രൂപമായിരുന്നു. മതിലിന്റെ മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ തുടങ്ങി. മതിലിന്റെ അവസാന കോണിലെത്തിയപ്പോൾ ആ അതിഥി വടികൊണ്ടടിച്ചു. അപ്പോൾ അത് പിന്നിലേക്ക് വീണ് ഛിന്ന ഭിന്നമായി. ഞങ്ങൾ മടങ്ങി വന്നു. ആ അതിഥി വീണ്ടും കസേരയിലിരുന്നു. ചായ കുടിച്ചു. എന്നെയും കുടിപ്പിച്ചു. ചായ കുടിച്ചതിന് ശേഷം കുറച്ചുനേരം അവർ അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് പറഞ്ഞു, സഹോദര, നേരം വൈകി, പോകുവാനായി ഞങ്ങൾക്ക് അനുമതി നൽകിയാലും നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും എങ്കിലേ എനിക്ക് പിതാവിനോട് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ 2 പേരും മന്ദമായി പുഞ്ചിരിച്ചു. കറുത്ത താടിയുള്ള വ്യക്തി പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് എന്നാകുന്നു, ഇദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് എന്നാകുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോന്തല പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും പറഞ്ഞു തന്നാലും. അദ്ദേഹം അറബി ഭാഷയിൽ ഒരു വചനം പറഞ്ഞു. അതെനിക്ക് ഓർമ്മയില്ല, എന്നാൽ അതിന്റെ സാരം അപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്: നിന്റെ ജീവിതത്തിന്റെ കുറച്ച് ദിനങ്ങൾ വളരെ നല്ല നിലയിൽ കഴിഞ്ഞു പോകും. പിന്നെ ഞാൻ ഹസ്തദാനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, പിതാവിന് ഞങ്ങളുടെ അസ്സലാമു അലൈക്കും പറയുക. പിന്നീട് പുറത്തേക്കിറങ്ങി. ഞാൻ അവർക്ക് വിട പറഞ്ഞു. അവർ പോയ ശേഷം സ്വപ്നത്തിൽ തന്നെ എന്റെ പിതാവ് വന്നു. ഞാൻ എല്ലാ സംഭവങ്ങളും കേൾപ്പിച്ചു. അദ്ദേഹം ഉടൻ പുറത്തിറങ്ങി. പറയുന്നു, അന്നേരം തന്നെ ഞാൻ ഉണരുകയും ചെയ്തു. അതിന് കാരണം എന്റെ പിതാവ് എഴുന്നേൽക്കുക, നമസ്കരിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞതായിരുന്നു. ഞാൻ എന്റെ പിതാവിനോട് ഈ സ്വപ്നം വിവരിച്ചു. അന്ന് ജുമാ ദിവസമായിരുന്നു. ജുമാ സമയത്ത് ഞാൻ മുൻഷി അഹമ്മദ്ദീൻ സാഹിബിനെ ഈ സ്വപ്നം കേൾപ്പിച്ചു.
അദ്ദേഹം ഹദ്റത്ത് അഖ്ദസിന്റെ സവിധത്തിലേക്ക് സ്വയം എഴുതിയോ എന്നെ കൊണ്ട് എഴുതിച്ചോ അയച്ചു. കുറച്ചു ദിവസം ശേഷം പറഞ്ഞു, ഹദ്റത്ത് സാബ് എഴുതിയിരിക്കുന്നത് ജലസയിൽ ഈ കുട്ടിയെയും കൊണ്ടുവരിക എന്നാണ്. അങ്ങനെ ഞാൻ ജലസയിൽ പോയി. ഞങ്ങൾ മസ്ജിദ് മുബാറക്കിലെത്തിയപ്പോൾ 2-3 മാന്യ വ്യക്തികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരുമായി ഹസ്തദാനം നടത്തി. അപ്പോൾ ഹദ്റത്ത് അഖ്ദസ് അവിടെ എത്തി. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഹസ്തദാനം ചെയ്തു. പിന്നീട് ഹുസൂർ ഇരുന്നു. മുൻഷി അഹമ്മദ് ദീൻ സാഹിബ് പറഞ്ഞു, ഹുസൂർ സ്വപ്നം കണ്ട ആ കുട്ടിയാണിത്. ഹുസൂർ എന്നെ സ്വന്തം മടിയിലിരുത്തി. എന്നിട്ട് ആ സ്വപ്നം കേൾപ്പിക്കുവാൻ പറഞ്ഞു. ഞാൻ ആ സ്വപ്നം കേൾപ്പിച്ചു. പിന്നീട് അകത്ത് നിന്ന് ഭക്ഷണം വന്നു. ഹുസൂറും ഭക്ഷിച്ചു, സുഹൃത്തുക്കളും കഴിച്ചു. ഹദ്റത്ത് അഖ്ദസ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തബറുക്ക് ഞങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്തു. ഹദ്റത്ത് സയ്യിദ് സൈഫുള്ള ഷാ സാഹിബ് നിവേദനം ചെയ്യുന്നു, 1906 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. 1908 മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദർശനം ലഭിക്കുകയും ചെയ്തു. പറയുന്നു, ഏകദേശം 12-13 വയസ്സുള്ളപ്പോൾ സ്വയം തന്നെ സ്വപ്നത്തിൽ യാഡിപുര എന്ന സ്ഥലത്ത് കാണുകയുണ്ടായി. അതുവരെ എനിക്ക് യാഡിപുരയെക്കുറിച്ച് അറിവില്ലായിരുന്നു. പറയുന്നു, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിടെ അഹമ്മദികളുടെ പള്ളിയുണ്ട്. അവിടെ ഏകദേശം 6-7 അടി ഉയരമുള്ള ഒരു കുന്ന് കാണാൻ സാധിച്ചു. അതിൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. ജനങ്ങൾ ആ കുന്നിന് താഴ്ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ ദർശിച്ചുകൊണ്ട് ആദരവോടെ കടന്നുപോകുന്നു. ഇത് ആരാണെന്ന് ഞാൻ ജനങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന മറുപടി ലഭിച്ചു. അപ്പോൾ ഞാൻ സന്തോഷത്താൽ മതിമറന്ന് അനിയന്ത്രിതമായി ആ കുന്ന് ഓടിക്കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി അസ്സലാമു അലൈക്കും അറിയിച്ചു. ഹുസൂർ വഅലൈക്കും സലാം എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അടുത്തേക്ക് നീങ്ങി ആ മഹാത്മാവിന്റെ സമീപത്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആഗ്രഹം ഓർമ്മ വന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ ഇതിനേക്കാൾ വലിയ ഏത് പീറിന്റെയും മാർഗദർശന്റെയുമാണ് ആവശ്യമാണ് എനിക്കുള്ളത്. ഞാൻ ഇദ്ദേഹത്തിന് തന്നെ ബയ്യത്ത് ചെയ്യും. ഞാൻ അഭ്യർത്ഥിച്ചു, അല്ലയോ ഹദ്റത്ത്, ഞാൻ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹുസൂർ പറഞ്ഞു, ശരി, കൈതരിക. ഞാൻ കൈ കൊടുത്തപ്പോൾ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വലത് കൈ സ്വന്തം പരിശുദ്ധ കൈകളാൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പറയുക, അല്ലാഹു റബ്ബി. അപ്പോൾ ഞാൻ അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് കടുത്ത നിരാശ തോന്നി. ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കുകയായിരുന്നു. എന്നാൽ കഷ്ടം തന്നെ പെട്ടെന്നുണർന്നു പോയി എന്ന് തോന്നി. അതിനുശേഷം ആ പരിശുദ്ധ രൂപം എപ്പോഴും എന്റെ മുന്നിൽ വരുമായിരുന്നു. പ്രകാശിതമായ വദനത്തിന്റെ പ്രതിച്ഛായ എന്റെ ഹൃദയത്തിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. എന്റെ ഹൃദയത്തിൽ ആ രൂപം പതിച്ചതുപോലെയായിത്തീർന്നു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പിന്നീട് മനസ്സിലാകും. തുടർന്ന് എഴുതുന്നു, ഒരു നീണ്ടകാലം പിന്നീട് കഴിഞ്ഞുപോയി. ആ സമയത്തുള്ള വിവിധ അവസ്ഥകൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹത്തിന് കാദിയാനിൽ പോകുന്നതിനുള്ള അവസരം ലഭിച്ചു. അവിടെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദർശിച്ചപ്പോൾ പറയുന്നു, എന്റെ ദൃഷ്ടി പരിശുദ്ധ മുഖത്ത് പതിഞ്ഞപ്പോൾ ആ സ്വപ്നത്തിലുള്ള രൂപം എനിക്ക് ഓർമ്മ വന്നു. അതായത് പ്രസ്തുത സ്വപ്നത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അതേ രൂപം തന്നെയായിരുന്നു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റേത്. അല്പം പോലും വ്യത്യാസമുണ്ടായിരുന്നില്ല. ഹദ്റത്ത് ചൗധരി ഗുലാം മുഹമ്മദ് ഹുസൈൻ സാഹിബ് നിവേദനം ചെയ്യുന്നു, 1908 മെയിലാണ് അദ്ദേഹം മസീഹ് മൗഊദ് വസ്സലാമിനെ ദർശിച്ചത്. എന്നാൽ ബയ്യത്ത് ചെയ്തിരുന്നില്ല. 1909 ഖലീഫ അവലിന്റെ കാലത്താണ് ബയ്യത്ത് ചെയ്തത്. പറയുന്നു, 1905 ഉഷ്ണകാലത്തെ സംഭവമാണ്. അന്ന് ഞാൻ മുനിസിപ്പൽ ബോർഡ് സ്കൂൾ റഹ്മാൻ ജില്ല ജലന്ധറിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഒരു രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനും ജഡ് സമുദായത്തിലെ അബ്ദുള്ള എന്ന് പേരുള്ള എന്റെ സഹപാഠിയായ കുട്ടിയും കളിസ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ താമസ സ്ഥലമായ ബോർഡിംഗ് ഹൌസ് അഹ്ലെ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു. അത് പട്ടണത്തിലെ വലിയ മാർക്കറ്റിനടുത്തായിരുന്നു. ആ മൈതാനം പട്ടണത്തിന്റെ വടക്കുഭാഗത്തായിരുന്നു. അതിനാൽ ഞങ്ങൾ വടക്കുഭാഗത്തോടുകൂടി പട്ടണത്തിൽ പ്രവേശിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇടനാഴിയിൽ ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഹുസൂറിന്റെ മുഖം പട്ടണത്തിന് നേരെയായിരുന്നു. അതിനാൽ ഞാൻ പട്ടണത്തിന്റെ ഭാഗത്തേക്ക് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് എന്റെ മുഖം വടക്കോട്ട് ആക്കിക്കൊണ്ട് ഹുസൂറിനടുത്തേക്ക് നീങ്ങുകയും
അസ്സലാമു അലൈക്കും എന്ന് പറയുകയും ചെയ്തു. 2 കൈകൊണ്ടും ഹസ്തദാനം ചെയ്തു. काला लंबा ഹുസൂറിന്റെ തലയിൽ വെളുത്ത തലപ്പാവ് വളരെ ലളിതമായ നിലയിൽ കെട്ടിയിരുന്നു. കറുത്ത നീളമുള്ള കുപ്പായവും വെളുത്ത പൈജാമയുമായിരുന്നു വേഷം. ഗോതമ്പ് നിറമായിരുന്നു. മുടി നീണ്ടതായിരുന്നു. കണ്ണുകൾ പാതിയളഞ്ഞതായിരുന്നു. നെറ്റിത്തടം വിശാലവും ഉയർന്നതുമായിരുന്നു. നീളമുള്ള കൈകൾ. कोई शिकन नहीं था। മുടി നേരെയുള്ളതും നീണ്ടതും കറുത്തതുമായിരുന്നു. മുഖത്ത് യാതൊരു ചുളിയുമുണ്ടായിരുന്നില്ല. आप में हजरत सरवर പ്രത്യുത മനോഹരമായതും തിളങ്ങുന്നതും പ്രശോഭിതവുമായിരുന്നു. जरूर हासिल होता था। ഉയരം ശരാശരിയായിരുന്നു. സ്വപ്നത്തിൽ ഹദ്രത്ത് പ്രപഞ്ച നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. तो जरूर मौजूद ഹൃദയത്തിന് ആനന്ദവും പ്രസന്നതയും ലഭിച്ചിരുന്നു. ഹൃദയം സന്തോഷഭരിതമായിരുന്നു. कि मैं आज ये सतूर लिखता हुआ भी ഉണർന്നപ്പോഴും അതേ ആനന്ദവും സന്തോഷവും ഉണ്ടായിരുന്നു. സ്വപ്നം ഹൃദയത്തിൽ എത്രത്തോളം പതിഞ്ഞുവെന്നാൽ ഇന്ന് ഈ വരികൾ എഴുതുമ്പോഴും ആ പരിശുദ്ധ ദൃശ്യത്താൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കുകയാണ്. അത് ഹൃദയത്തിൽ നിന്ന് മായുക അസാധ്യമാണ്. അഹമ്മദിയത്തിന് തബ്ലീഗിലേക്ക് എത്തിയിരുന്നു. अहमदियत तो मुझे തബ്ലീഗ് അദ്ദേഹത്തിലേക്ക് എത്തിയിരുന്നു, എന്നാൽ അഹമ്മദിയായിരുന്നില്ല. പറയുന്നു, ഞാൻ और बाज इब्तलाओं में भी മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരുന്നു. ചില പരീക്ഷണങ്ങളിലും ഞാൻ बैत कर चुके ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിരുന്നു. बाद बाज അതായത് ബയ്യത്ത് ചെയ്തിരുന്നു അദ്ദേഹം. എന്നാൽ അതിനുശേഷം ചില കാരണത്താൽ पहले इन्होंने बैत की വിരോധിയായി തീർന്നു. और लेकिन അതായത് ആദ്യം ബയ്യത്ത് ചെയ്തിരുന്നു, എന്നാൽ പിന്നീട് അത് ഉപേക്ഷിച്ച് कहते मुखालिफ हो गया हत्ता कि इस ख्वाब से 2.5 साल बाद जब വിരോധിയായി തീർന്നു. कुब तारीख ഈ സ്വപ്നത്തിന് 2.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ 1908 മെയ് 18 ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലാഹോറിൽ ആദ്യമായി കണ്ടപ്പോൾ ഉടൻ എനിക്ക് മേൽ വിവരിച്ച സ്വപ്നം ഓർമ്മ വന്നു. കാരണം സ്വപ്നത്തിൽ ഏത് വ്യക്തിയെയാണോ ഹദ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമായി കണ്ടത്, അതേ വ്യക്തിയായിട്ടാണ് ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ കണ്ടത്. രണ്ടുപേരുടെയും രൂപവും വസ്ത്രവും തികച്ചും സാമ്യതയുള്ളതായിരുന്നു. ആപാദചൂടം യാതൊരു വ്യതിരിക്തതയും ഇല്ലായിരുന്നു. അതേ ആകാരം, അതേ ഗോതമ്പ് നിറം, അതേ നീണ്ട മുടി, അതേ തലപ്പാവ്, അതേ വസ്ത്രധാരണം, അതേ കറുത്ത നീണ്ട കുപ്പായം, അതേ വെളുത്ത പൈജാമ. ചുരുക്കത്തിൽ സ്വപ്നത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അതേ വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ എന്റെ സഹപാഠി അബ്ദുല്ലാഹിന് പകരം എന്നോടൊപ്പം ചൌധരി അബ്ദുൽ ഹൈ ഖാൻ സാബ് അഹമ്മദി കാട്ഗഡി ആയിരുന്നു. अब्दुल्ला ही था। അദ്ദേഹം പെൻഷൻ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. യഥാർത്ഥത്തിൽ അബ്ദുൽ ഹൈ അബ്ദുള്ള തന്നെയായിരുന്നു. അദ്ദേഹം ഹസ്തദാനം ചെയ്യുക എന്ന് എന്നോട് ആംഗ്യം കാണിച്ചു. मसीह मौद को अस्सलाम അതനുസരിച്ച് ഞാൻ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അസ്സലാമു അലൈക്കും സമർപ്പിച്ചു. कि मेरे और हज़रत मसीह മറുപടിയായി चंद आदमी बैठे हुए വ അലൈക്കും സലാം കേൾക്കുകയുണ്ടായി. എന്റെയും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇടയിൽ കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഹുസൂറുമായി ഹസ്തദാനത്തിനായി കൈ മുന്നോട്ട് നീട്ടിയപ്പോൾ ഹുസൂറിലേക്ക് എത്തിക്കാൻ, അതായത് കൈകൾ എത്തിക്കാൻ जानवों के बल खड़े होकर കഴിഞ്ഞില്ല. അപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം अस्सलाम वालेकुम സ്വന്തം കാൽമുട്ടിൽ നിന്നുകൊണ്ട് വിനീതിന് ഹസ്തദാനത്തിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. അസ്സലാമു അലൈക്കും വലൈക്കും സലാം എന്നത് ഹസ്തദാന സമയത്തും നടക്കുകയുണ്ടായി. फरमाते हैं മുഗൾ സാഹിബ് എന്ന മിയാൻ അബ്ദുൽ അസീസ് സാഹിബ് പറയുന്നു, सुबह को मेरे पास आए, आवाज दी, अब्दुल अजीज മിർസ അയ്യൂബേഗ് സാഹിബ് രാവിലെ എന്റെ അടുക്കൽ വന്നു. कहने लगे അബ്ദുൽ അസീസ് എന്ന് വിളിച്ചു. इसलिए सुनाने आया हूँ कि ഞാൻ താഴെ वന്നു. पढ़ रहा था എന്റെ സ്വപ്നം കേൾക്കുക എന്ന് പറഞ്ഞു. ഞാനത് വന്ന് കേൾപ്പിക്കാൻ കാരണം ഞാൻ സുബൈ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ അവസ്ഥയിൽ പരിവർത്തനമുണ്ടായി. पास आकर खड़े നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേഗത്തിൽ നടന്നു വരുന്നതായി ഞാൻ കണ്ടു. എന്റെ അടുത്ത് വന്നു നിന്നു. ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാ, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? പറഞ്ഞു, बाद अयूब बेग ने कहा कि खुदा മിർസ ഗുലാം അഹമ്മദിന്റെ സുരക്ഷയ്ക്കായി കാദിയാനിൽ പോകുന്നു. അതിനുശേഷം അയ്യൂബ് ബേഗ് പറഞ്ഞു, ഇന്ന് കാദിയാനിൽ എന്താണെന്നറിയില്ല. राम के कत्ल के सिलसिले में വൈകുന്നേരം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട് പരിശോധിച്ചു എന്ന വിവരം ലഭിച്ചു. ലേഖറാമിന്റെ വധവുമായി ബന്ധപ്പെട്ട പരിശോധന. അതിനുവേണ്ടി പോലീസുകാരും പരിശോധിക്കാനായി എത്തിയിരുന്നു. शाह साहब ഇവർക്കറിയില്ലായിരുന്നു. സ്വപ്നത്തിൽ അള്ളാഹു അവർക്കത് അറിയിച്ചു കൊടുത്തു. कहते हैं कि जिन दिनों हज़रत मसीह ഇതിന്റെ റിവായത്ത് ഹദ്റത്ത് സയ്യിദ് മുഹമ്മദ് ഷാ സാഹിബും നിവേദനം ചെയ്യുന്നുണ്ട്. പറയുന്നു, ലേഖറാമിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട് പരിശോധിച്ച ദിവസങ്ങളിൽ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ലാഹോറിൽ ലങ്കർ മണ്ടിയിലുള്ള പള്ളിയിൽ മിർസ അയ്യൂബ് ബേഗിന്റെ പിന്നിൽ സുബൈ നമസ്കരിക്കുകയായിരുന്നു. एक नौजवान മിർസ സാഹിബ് മർഹൂമിന്റെ പ്രായം 17-18 വയസ്സായിരുന്നു. ഒരു നല്ല യുവാവായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്, അതായത് മിർസ അയ്യൂബ് ബേഗിനെ. देखा है സലാം വീട്ടിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ സുജൂദിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അദ്ദേഹം സൈനികന്റെ വേഷത്തിലായിരുന്നു. കയ്യിൽ വാളുണ്ടായിരുന്നു. ഓടി ഓടി പോവുകയായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് മിർസ ഗുലാം അഹമ്മദിന്റെ ഭവനം പരിശോധിക്കുന്നതാണ്. കാദിയാനിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുവാനായി പോകുന്നു. ഹദ്റത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു, कि 31 जनवरी
1915 को मैंने ख्वाब में 1915 ജനുവരി 31 ഞാൻ സ്വപ്നത്തിൽ ചക്രവർത്തിമാർ അഹമ്മദികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതായി കേട്ടു: ഇനി ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയില്ല, ഭരണം അഹമ്മദികൾക്ക് നൽകുന്നു. എന്നാൽ അഹമ്മദികൾ തബ്ലീഗ് മുഖാന്തരം, നിബന്ധനയാണിത്, मगर अहमदियों को തബ്ലീഗ് മുഖാന്തരം ആദ്യം പൊതുജനങ്ങളെ തങ്ങളുടെ സഹചിന്തകരാക്കി മാറ്റുക. काम बआसानी അങ്ങനെയെങ്കിൽ ഈ ജോലി എളുപ്പത്തിൽ നടക്കുന്നതാണ്. പിന്നീട് ഈ സ്വപ്നത്തിൽ തന്നെ ഞാൻ कहते हैं मैंने ആ നിബന്ധനയനുസരിച്ച് हिंदुओं के गांव में जाकर ഒരു और उतार ഹിന്ദു ഗ്രാമത്തിൽ തബ്ലീഗിനായി എത്തി. नज़ूल अज़ाब के असबाब बयान അവതാരങ്ങളുടെ അവസ്ഥയും ശിക്ഷ ഇറങ്ങുന്നതിന്റെ കാരണവും വിശദമാക്കി अलैहिस्सलाम के वक्त ഉപമ നൽകിക്കൊണ്ട് പറഞ്ഞു: खतरनाक जंग हुई थी। നോക്കുക, കൃഷ്ണൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് എത്ര ഭയാനകമായ യുദ്ധമാണ് ഉണ്ടായത്, ശിക്ഷയാണ് ഇറങ്ങിയത്. बात जो है ये आज भी कायम ഇത് ഇന്നും की हुकूमतें मिलनी है, നിലനിൽക്കുന്നുണ്ട്. होनी है। ഭരണം ലഭിക്കണമെങ്കിൽ ദുആയിലൂടെയും വിജയം ലഭിക്കണമെങ്കിൽ ദുആയിലൂടെയും തബ്ലീഗിലൂടെയും മാത്രമാണ് ലഭിക്കുക. ഹദരത്ത് ഡോക്ടർ മുഹമ്മദ് സുഫൈൽ ഖാൻ സാഹിബ് कि इनकी बैत है റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, 1896 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. ജംഗെ മുഖദ്ദസിന് ശേഷം, അതായത് ക്രിസ്ത്യാനികളുമായി നടന്ന സംവാദം, अमृतसर वसी साहिबान और सैयद അമൃത്സറിൽ ക്രിസ്തീയ സഹോദരന്മാരും तहरीरी मुबासात के रंग में वाक़या हुआ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി എഴുത്തിലൂടെയുള്ള സംവാദം നടന്നിരുന്നു. एक झमघटा रहने लगा, ആ സംഭവം സമയത്ത് എന്റെ പിതാവ്, मुख्तलिफ गुफ्तगू होती रहती। इस मुबाहिसे പിതാവിന്റെ പക്കൽ ഒരു കൂട്ടം തന്നെ ഉണ്ടാകുമായിരുന്നു. നിത്യവും ഇതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാകുമായിരുന്നു. कोई फरमाई थी। ഈ സംവാദത്തിന്റെ അവസാനത്തിൽ ഹുസൂർ അബ്ദുള്ള ആദമിനെ സംബന്ധിച്ച് ഒരു പ്രവചനം നടത്തിയിരുന്നു. ഈ പ്രവചനത്തിന്റെ കാലാവധിക്ക് 2-3 ദിവസം മാത്രം ശേഷിച്ചപ്പോൾ വിരോധികൾ പറയാൻ തുടങ്ങി, ഇതെല്ലാം വ്യാജ പ്രകടനങ്ങളാണ്. കാരണം ഇത്ര അധികാരമുള്ള ഒരു വ്യക്തിയായ ഡെപ്യൂട്ടി ആദമിന് के लिए हर किस्म के जरूरी सामान निहायत തന്റെ സുരക്ഷയ്ക്കായി എല്ലാ അനിവാര്യ വ്യവസ്ഥിതികളും വളരെ എളുപ്പത്തിൽ സംജാതമാക്കാൻ കഴിയും. പോലീസിന്റെ ഒരു വിഭാഗത്തെ തന്നെ തന്റെ സുരക്ഷയ്ക്കായി നിയമിക്കാൻ കഴിയും. അങ്ങനെയുള്ള വ്യക്തി ആരുടെയെങ്കിലും ഗൂഢാലോചനയ്ക്ക് ഇരയാവുക അസാധ്യമാണ്. എന്റെ പിതാവിന് ഈ കാര്യങ്ങൾ വളരെ അസഹ്യമായിരുന്നു. वो कह അവരുടെ കുത്തുവാക്കുകൾക്ക് മറുപടിയായി ഇങ്ങനെ പറയുമായിരുന്നു: പ്രവചനത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും അഭിപ്രായം പറയുക എന്നത് പമ്പര വിഡ്ഢിത്തമാകുന്നു. ഇസ്ലാമിന്റെ വിജയത്തിന്റെ അടയാളം, അതായത് ഈ പ്രവചനം തന്റെ യഥാർത്ഥ രൂപത്തിൽ अपने असली रूप में പൂർത്തിയാകുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതല്ല എന്നതാണ് ഞങ്ങളുടെ ദൃഢവിശ്വാസം. फिर खबर आई कि अभी ഒരു ദിവസം അവശേഷിച്ചു. ആദം ജീവനോടെ ഇരിക്കുന്നു എന്ന വാർത്ത ലഭിച്ചു. उनको बहुत तरक्की പറയുന്നു, ഈ വാർത്ത കേട്ടപ്പോൾ എന്റെ പിതാവിന്റെ അസ്വസ്ഥത വളരെയധികം വർദ്ധിച്ചു. पेशगोई ഇസ്ലാമിന്റെ വിജയത്തിനുള്ള അടയാളമായി പറഞ്ഞിരുന്ന പ്രവചനം പൂർത്തിയാവുകയില്ല എന്നത് അദ്ദേഹത്തിന് അസഹ്യമായിരുന്നു. आदा ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം लेकिन मेरे वालिद साहब के दिल സന്തോഷവാനായിരുന്നു. എന്നാൽ എന്റെ പിതാവിന്റെ ഹൃദയത്തിൽ ദുഃഖത്തിന്റെ വലിയൊരു പർവ്വതം തന്നെ തകർന്നു വീണു. हकीम ने അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. അന്നേ ദിവസം അള്ളാഹു സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ഒരു ദൃശ്യം കാണിച്ചു കൊടുത്തു. एक शक्ल है എന്താണ് അദ്ദേഹം കാണുന്നത്? മനുഷ്യ വ്യക്തിത്വം എന്ന് തോന്നിക്കുന്ന ഒരു രൂപം, വിശേഷിച്ച് അതിന്റെ മുഖം, कसरत के साथ घास फूस और പിന്നീട് മറ്റ് ശരീരഭാഗങ്ങളിലും പുല്ലുകളും പൊടിപടലങ്ങളും പറ്റിപ്പിടിച്ചിരിക്കുന്നു. और बाकी അതിന്റെ മുഖം അല്പം പോലും കാണുന്നില്ല. മറ്റു ഭാഗങ്ങളിലൂടെയും തിരിച്ചറിയുക അസാധ്യമാണ്. मेरे वालिद साहब की तरफ को, മറ്റൊരു വ്യക്തി लेकिन उसका എന്റെ പിതാവിന്റെ ഭാഗത്തേക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. तरफ है। അദ്ദേഹത്തിന്റെ മുഖം പൊടിപടലങ്ങളാൽ മറഞ്ഞിരിക്കുകയായിരുന്നു. ആ വ്യക്തിത്വത്തിന് നേർക്കാണ് उसके वजूद पर से അത് തിരിഞ്ഞു നിന്നിരുന്നത്. हाथों से चुन चुन कर उतार रहा है। कुछ वक्त അദ്ദേഹം വളരെ സൂക്ഷ്മതയോടും പരിശ്രമത്തോടും സ്നേഹത്തോടും കൂടി മറ്റേ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് के जिस्म को साफ कर ഓരോന്നോരോന്നായി സ്വന്തം കൈകൊണ്ട് പറിച്ചെടുക്കുന്നു. കുറച്ചുനേരം കൊണ്ട് എല്ലാത്തിനെയും പറിച്ചെടുത്തു കളയുന്നു. പൊടിപടലങ്ങളിൽ നിന്ന് ആ ശരീരത്തെ ശുദ്ധിയാക്കുന്നു. പുല്ലുകളും മറ്റും ശരീരത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ തന്നെ അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് സൂര്യനെ പോലെയുള്ള പ്രകാശിത വദനം പ്രത്യക്ഷപ്പെടുന്നു. कि ये मुकद्दस കണ്ണിന് അത് കാണാനുള്ള ശേഷിയില്ലായിരുന്നു. അന്നേരം സ്വപ്നത്തിൽ തന്നെ വ്യാഖ്യാനം നൽകി. ഏതൊരു വ്യക്തിയുടെ പരിശുദ്ധ ശരീരത്തിൽ നിന്നാണോ പുല്ലുകളും മറ്റും ശുദ്ധമാക്കപ്പെട്ടത്, ആ പരിശുദ്ധ വ്യക്തിത്വം സയ്യിദന ഹദ്രത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. ആ കൊള്ളികളെ പരിച്ചെടുത്തു കളഞ്ഞ വ്യക്തി സയ്യിദന ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നു. रात को ये नजारा देखा। सुबह होते ही मोहम्मदीन ने सिलसिला इकट्ठे होकर फिर आए രാത്രിയിലാണ് അദ്ദേഹം ഈ ദൃശ്യം കണ്ടത്. പ്രഭാതമായപ്പോൾ തന്നെ कि देखिए എതിരാളികൾ സംഘം ചേർന്ന് വീണ്ടും എത്തി പറയാൻ തുടങ്ങി, थे कि आपको मालूम कि ഇന്നലെ നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? और आपके मिर्जा ആദം മരിച്ചിട്ടില്ല, ജീവനോടെ ഇരിക്കുന്നു. നിങ്ങളുടെ മിർസയുടെ പ്രവചനം തെറ്റായി പുലർന്നു. എന്റെ പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം തെറ്റാണ്. ആദം നിശ്ചയമായും ജീവനോടെ ഉണ്ടാകില്ല. और अपने
दीनी भाई അഥവാ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ തന്നെ അയാൾ തന്റെ കുടുംബക്കാർക്കും തന്റെ ദീനി സഹോദരന്മാർക്കുമായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. अगर तौबा नहीं की थी तो दोबारा അയാൾ അക്കാര്യങ്ങളിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും വീണ്ടും അത് ആവർത്തിച്ചിട്ടില്ല. खुल जाए अपने शुकूक इबामात को ഏതുവരെ കാര്യങ്ങൾ പൂർണ്ണമായും തുറക്കപ്പെടുന്നില്ലയോ नजारा देखा है. തങ്ങളുടെ സംശയങ്ങളെയും സന്ദേഹങ്ങളെയും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. രാത്രി ഞാൻ കണ്ട ദൃശ്യം നിങ്ങളും കാണുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കെതിരായിട്ടാണോ നിങ്ങൾ വിഷം ചീറ്റുന്നത് ആ വ്യക്തി ഏത് പദവിയിലുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായേനെ. ഞാൻ ആ ദൃശ്യം കണ്ടതു മുതൽ എനിക്ക് ബോധ്യമായത് ये निशान इस तरह से ഈ അടയാളം ലോകത്ത് തന്റെ പ്രതാപം വിളിച്ചറിയിക്കുന്ന നിലയിൽ शौकत പൂർത്തിയാകും എന്നാണ്. भी सैकड़ों हजारों निशान सैयदना എന്നിരുന്നാലും നൂറുകണക്കിനും ആയിരക്കണക്കിനും അടയാളങ്ങൾ ഹദ്രത്ത് മിർസ സാഹിബിൽ നിന്നും വെളിപ്പെടുന്നതാണ്. को അത് ഇസ്ലാമിന്റെ വിരോധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നശിപ്പിക്കുന്നതാണ്. नाम की उसूल तालीम जो है और मुकाबला ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ तमाम इल्जामात को दूर ശരിയായ മുഖത്തെ വെളിപ്പെടുത്തുക എന്നതും ആ മഹാത്മാവിനുമേൽ ആരോപിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും ദൂരീകരിക്കുന്നതും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തന്നെ ജോലിയാകുന്നു. उसमें हज़रत मसीह अलैहिस्सलाम तो അബ്ദുള്ള ആദമിന്റെ ഈ സംഭവത്തിൽ തന്നെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രതിരോധിക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളെന്ന് പറയപ്പെടുന്ന ചിലർ മറിച്ച് അവരുടെ പണ്ഡിതന്മാരും മറ്റുള്ളവരെ പിന്തുണക്കുകയായിരുന്നു. इस्लाम की सच्चाई ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിന്റെ സത്യത വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദര വദനം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. आपके मुखालिफ ഇവർ അദ്ദേഹത്തെ എതിർക്കുന്നു. आज ये लोग बड़ी जुलूस निकाल रहे हैं, खुशियां मना रहे हैं. ഇന്ന് मिलाद മീലാദുൻ നബിയുടെ സന്തോഷത്തിൽ വലിയ ജാഥകളും സന്തോഷ പ്രകടനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. बल्कि യഥാർത്ഥ സന്തോഷം ആഘോഷത്തിലല്ല, മറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിലാണ്. ആ മഹാത്മാവിന്റെ മനോഹര അധ്യാപനങ്ങളെ ലോകത്തുള്ള ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുന്നതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുമേൽ സ്വലാത്ത് ചെല്ലുന്നതിലാണ്. पहले मैंने एक हवाला पढ़ा था कि दीन നേരത്തെ ഞാനൊരു ഉദ്ധരണി കേൾപ്പിച്ചിരുന്നു. അതായത് ദീനിൽ कुव्वत पैदा करने का ദൃഢത സംജാതമാക്കുക. हकीकी मुसलमान है. ഇന്ന് ഓരോ മുസ്ലിമും യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ അവരുടെ ജോലി ദീനിൽ ദൃഢത സംജാതമാക്കുക എന്നതാണ്. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സത്യപ്രേമിയുടെ കൂടെ ചേർന്നുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. लेकिन 6-7 महीने ആദമിന്റെ മരണം കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കപ്പെട്ടു. इस तरह की तौबा की थी, अब കാരണം ആ വ്യക്തി ഒരു തരത്തിൽ തൗബ ചെയ്തിരുന്നു, एतराज किया था, ആരോപണവും ആക്ഷേപങ്ങളും ഉപേക്ഷിച്ചിരുന്നു. मौत वाक़या हो गई. तो यही पेश गई थी. ഏതാനും മാസത്തിനു ശേഷം മരണം സംഭവിച്ചു. അഥവാ അല്പനേരത്തേക്ക് മരണം നീട്ടിവെക്കപ്പെടാം, എന്നാൽ മരണം സുനിശ്ചിതമാണ് എന്നതായിരുന്നു പ്രവചനം. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. और जैसा कि मैंने कहा, एक वाक़े से भी जो ख्वाब सुनाई थी, ഒരു സ്വപ്നത്തിലെ സംഭവം ഞാൻ പറഞ്ഞിരുന്നു. हुकूमतें अगर हासिल करनी है, അതിൽ പറയുന്നത് करना है, तो तबलीग ഭരണം ലഭിക്കണമെങ്കിൽ, ലോകത്ത് വിജയം ലഭിക്കണമെങ്കിൽ അത് തബ്ലീഗിലൂടെയാണ് സംഭവിക്കുക. ഇക്കാര്യത്തിലേക്കും നാം പരിശ്രമിക്കേണ്ടത് അനിവാര്യമാകുന്നു. हज़रत सल्लल्लाहु अलैहि वसल्लम का खूबसूरत चेहरा നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദര വദനം और कोई ഇന്ന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനല്ലാതെ മറ്റാർക്കും വെളിപ്പെടുത്താൻ സാധ്യമല്ല. जमात का काम, ആരും വെളിപ്പെടുത്തുന്നുമില്ല. बस इस तरफ हमें तो जो അദ്ദേഹത്തിന്റെ ജമാഅത്തിന്റെ ഇന്നത്തെ ജോലിയും അതാണ്. അതിനാൽ നാം അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ताज्जुब की निगाह से देखता हूँ. ഞാൻ എന്നും नबी ആശ്ചര്യ ദൃഷ്ടിയോടെ നോക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു പേരുള്ള ഈ അറബി നബി, मर्तबे का नबी ആയിരക്കണക്കിന് ദുറൂദും സലാമും അദ്ദേഹത്തിന് മേലുണ്ടാകട്ടെ. എത്ര ഔന്നത്യത്തിലുള്ള നബിയാണ്. അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന്റെ സീമ മനസ്സിലാക്കാൻ സാധ്യമല്ല. इंसान का काम नहीं, അദ്ദേഹത്തിന്റെ ദൈവിക പ്രഭാവത്തിന്റെ അനുമാനം മനുഷ്യന്റെ പരിധിയിലല്ല. बजुज उसके തിരിച്ചറിയേണ്ട നിലയിൽ ആ മഹാത്മാവിന്റെ ഉന്നത സ്ഥാന മഹിമയെ തിരിച്ചറിഞ്ഞില്ല എന്നത് ദുഃഖകരം തന്നെ. തൗഹീദ് ലോകത്തിന് ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ആ ഒരു യോദ്ധാവാണ് അതിനെ വീണ്ടും ലോകത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചു. അങ്ങേയറ്റം മനുഷ്യകുലത്തിന്റെ സഹതാപത്തിൽ ജീവഹാനി വരുന്നവസ്ഥയിലേക്ക് എത്തിച്ചു. के राज का वाकिफ था. അതിനാൽ അദ്ദേഹത്തിന്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയാവുന്ന അള്ളാഹു അദ്ദേഹത്തിന് എല്ലാ മുൻഗാമികളെക്കാളും എല്ലാ പിൻഗാമികളെക്കാളും ശ്രേഷ്ഠത നൽകി. है जो सरचश्मा അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ നൽകി.
എല്ലാ അനുഗ്രഹത്തിന്റെയും ഉറവിടം അദ്ദേഹമാകുന്നു. അദ്ദേഹത്തെ അംഗീകരിക്കാതെ, അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാതെ ഏതെങ്കിലും ശ്രേഷ്ഠത വാദിക്കുന്ന ആൾ മനുഷ്യനല്ല, പ്രത്യുത പിശാചിന്റെ സന്തതിയാകുന്നു. കാരണം എല്ലാ ശ്രേഷ്ഠതകളുടെയും താക്കോൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ ദൈവിക ജ്ഞാനങ്ങളുടെയും ഖജനാവ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മുഖേന കരസ്ഥമാക്കാത്തവർ എന്നേക്കുമായി പിന്തള്ളപ്പെട്ടവരാകുന്നു. നാം എന്താണ്? നമ്മുടെ യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥ തൗഹീദ് നമുക്ക് ആ നബി മുഖേനയാണ് ലഭിച്ചത് എന്ന് അംഗീകരിക്കുന്നില്ല എങ്കിൽ നാം അനുഗ്രഹ നിഷേധിയായി തീരുന്നതാണ്. ജീവനുള്ള ദൈവത്തെ ഈ പരിപൂർണ നബിയിലൂടെ, അദ്ദേഹത്തിന്റെ പ്രകാശത്തിലൂടെയാണ് നാം കണ്ടെത്തിയത്. അള്ളാഹുവിന്റെ മുഖം ദർശിക്കുന്ന അവന്റെ സംഭാഷണവും സംസാരവും ഈ പവിത്ര നബിയിലൂടെയാണ് നമുക്ക് കരഗതമായത്. ഈ സന്മാർഗത്തിന്റെ ആദിത്യന്റെ കിരണങ്ങൾ വെയിൽ പോലെ നമ്മിൽ പതിക്കുന്നു. അതിനഭിമുഖമായി നിലകൊള്ളുന്ന കാലത്തോളം മാത്രമേ നാം പ്രശോഭിതരാവുകയുള്ളൂ. പറയുന്നു, പരിപൂർണ മനുഷ്യനും പരിപൂർണ പ്രവാചകനുമായ ആ മഹാത്മാവ് പരിപൂർണ അനുഗ്രഹങ്ങളോട് കൂടിയാണ് വന്നത്. അതിലൂടെ ആത്മീയ സംഗമത്തിന്റെ കാരണത്താൽ ലോകത്തിന്റെ പ്രഥമ ഖിയാമത്ത് വെളിപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആഗമനത്തോടുകൂടി മൃതരായി കഴിഞ്ഞിരുന്ന ഒരു ലോകം പുനർജനിച്ചു. ആ അനുഗ്രഹീത നബി പ്രവാചക ശ്രേഷ്ഠനായ സൂഫികളുടെ ഇമാമായ ശ്രേഷ്ഠദൂതനായ പ്രവാചകന്മാരുടെ അഭിമാനമായ ജനാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആകുന്നു. അള്ളാഹുവെ, ഈ പ്രിയപ്പെട്ട നബിക്ക് മേൽ ലോകാരംഭം മുതൽ ആർക്കും നൽകിയിട്ടില്ലാത്ത അനുഗ്രഹവും സലാമും അയക്കുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഹദ്റത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണിത്. അക്കാരണത്താലാണ് ജനങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവിധ സ്വപ്നങ്ങൾ ദർശിച്ചപ്പോൾ അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തിൽ ദർശിച്ചത്. അതായത് രണ്ട് വ്യക്തികളാണെങ്കിലും ഒരേ ജീവനിൽ. ഇന്നും എന്നും നമ്മുടെ നാവ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം ഉരുവിട്ടുകൊണ്ടിരിക്കുകയും അതിൽ അഭിവൃദ്ധി കൈവരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതുപോലെ ആ മഹാത്മാവിന്റെ മാതൃകയെ സ്വായത്തമാക്കുന്നവരായിരിക്കുകയും വേണം. അതിലും എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നവരും ആയിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കുന്നു, ജാഥകൾ സംഘടിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ പ്രകടനമുണ്ടാകുന്നില്ല. റബ്ബോയിൽ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജാഥയിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ അസഭ്യം പുലമ്പുന്നതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുകയായിരിക്കില്ല, മറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അസഭ്യം പറയുക മാത്രമായിരിക്കും ഉണ്ടാവുക. ജമാഅത്തിനെതിരിൽ മ്ലേച്ഛമായ വാക്കുകൾ പ്രയോഗിക്കുകയായിരിക്കും ചെയ്യുക. ഒരു ഭാഗത്ത് ഭൗതികരായി കഴിഞ്ഞിരിക്കുന്ന ഇവരുടെ പെരുമാറ്റം മുസ്ലിം എന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇസ്ലാമിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. മറുഭാഗത്ത് സഹാബാക്കളോടുള്ള അള്ളാഹുവിന്റെ പെരുമാറ്റം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തിൽ അള്ളാഹു വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, സ്വാന്തനിപ്പിക്കുന്നു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹു ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്റെ സൽപ്രകൃതക്കാരും സദ്വൃത്തരുമായവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അക്കാരണത്താൽ അവർ ജമാഅത്തിലേക്ക് വരികയും ചെയ്യുന്നു, സ്വീകരിക്കുകയും ചെയ്യുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദാസത്വത്തിൽ വന്നുകൊണ്ട്, ഭയത്തിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദാസത്വത്തെ സ്വായത്തമാക്കുന്നു. വിരോധികളുടെ കണ്ണുകൾ അള്ളാഹു തുറക്കട്ടെ. നാമമാത്രമായ മുസ്ലിങ്ങളെന്ന് പറയപ്പെടുന്നതിന് പകരം യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നവരാകട്ടെ, അള്ളാഹുവിന്റെ ശബ്ദത്തെ കേൾക്കുന്നവരാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.